ഇതൊക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. എന്നാൽ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്നൊന്നും നമുക്ക് തോന്നൂല കേട്ടോ. മാനിനെയൊക്കെ നോക്കി നോക്ക്, തനി ഒറിജിനൽ മാന് പോലെ തന്നെ ഇല്ലേ.
ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത് നിന്ന് നോക്കുന്നവരെ നല്ലോണം പേടിയാവും കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇത് കാണാൻ തനി ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. ശരിക്കും നമ്മളെ കുത്തുവോ 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 എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കൂ. ഞാനിങ്ങനെ കുറച്ച് ബേക്കോട്ടൊക്കെ മാറി നിന്ന്. അങ്ങനെ ഞങ്ങളിതാ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരടിക്കുട്ടനിതാ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. കരടീനെ കാണുമ്പോൾ വലിയ പേടിയില്ലെങ്കിലും ദാ ഈ പുലീനെ കാണുമ്പോൾ കുറച്ച് പേടിയുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ അവതാർ മൂവി കണ്ടിട്ടില്ലേ? ആ മൂവി കാണുന്ന സമയത്ത് ആ ഈ അവതാറിൻ്റെ ലോകത്തേക്കൊന്ന് പോവാൻ വേണ്ടി ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്തായാലും ആഗ്രഹിച്ചു കേട്ടോ, അവതാറിൻ്റെ ആ ലോകം ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് അവതാറിൻ്റെ ലോകത്തൊന്ന് പോയാലോ? അത് അധികം പൈസ ചിലവൊന്നും ഇല്ലാണ്ട്. ഇനി ഒരു ക്യൂട്ട് കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അമ്മക്കങ്കാരും കുട്ടിക്കങ്കാരും കൂടി നിൽക്കുക കേട്ടോ. കുട്ടിക്കങ്കാരു അതിൻ്റെ സഞ്ചിൻ്റെ അകത്ത് ഇങ്ങനെ തലയിട്ട് പുറത്തോട്ടും അകത്തോട്ടും ഇങ്ങനെ പോയി കളിക്കുന്നുണ്ടേ. എന്ത് ക്യൂട്ടാന്നറിയോ ആ കാഴ്ച കാണാൻ. ഞാൻ ഒരുപാട് നേരം നോക്കി നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റൊക്കെ കയറി അങ്ങ് ദുബായിലെത്തി കേട്ടോ. ഇത് കാണുന്ന സമയത്ത് നമുക്ക് നല്ല പേടി ഉണ്ടാവും കേട്ടോ. ഇത് ആർട്ടിഫിഷ്യലാണെന്നൊന്നും നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഒറിജിനലാന്ന് വിചാരിക്കൂ. ഈ കുതിരേൻ്റെ നോട്ടം ശരിയില്ല ഫ്രണ്ട്സ്. അതിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്ക്, കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടല്ലേ. ഞാനും ലാലോട്ടനും ഇപ്പം കാട്ടിലാണേ ഉള്ളത്. ഇവിടെ മരത്തിൻ്റെ മുകളിൽ നല്ല ഏറുമാടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടേ. അതിൻ്റെ താഴെയായിട്ട് ഒരു കുട്ടി ആനയൊക്കെ നിൽക്കുന്ന കാണാം. ഈ ഏറുമാടൊക്കെ ആര് കെട്ടി? അതുപോലെ തന്നെ ഈ കാണുന്ന കിഴികളൊക്കെ ആരാ കെട്ടിത്തൂക്കിയേ? ആർക്കെങ്കിലും ഒരു ഡൗട്ട് വരുന്നുണ്ടോ? അന്ന് ആരാന്ന് ഞാൻ കാണിച്ചു തരട്ടോ. അപ്പോൾ ഇവരാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവരുടെ വാസസ്ഥലമാണ് കേട്ടോ ഇത്. അവരെ ബേക്കിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം അവർ താമസിക്കുന്ന കൊച്ചു വീടുണ്ട്. വീട്ടിൻ്റെ 2 വശത്തായിട്ട് വിളക്കുകളൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ടല്ലേ കാണാൻ. അതുപോലെ തന്നെ ഇവർ 3 പേരും മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഇവരുടെ ബേക്കിലോട്ട് നോക്കിയാൽ നമുക്കൊരാൾ ഇരിക്കുന്ന കാണാം. ഇവരുടെ ഒരു കൊച്ചു മകൻ ബേക്കിലിരുന്നിട്ട് അവൻ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കഴിക്കട്ടല്ലേ, നമുക്കെന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം അല്ലേ. അടുത്തതായി നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുരാവസ്തുക്കൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് ഇതെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കണ്ടോ, പഴയകാല ഫോണുകളും റേഡിയോകളും മറ്റെല്ലാ സാധനങ്ങളും അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടേ.